മാക്സിമം മാർക്ക് ഉണ്ടാക്കുക അത് തന്നെയായിരുന്നു ഒരു ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിന് പോയി അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, പിന്നെ കോമ്പറ്റീഷൻസ്, എക്സാംസ് അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എൻട്രൻസ് എഴുതി ഒരു ഡോക്ടർ ആവുക എന്നുള്ള ഒരു ഇത് എത്തിയത്. ഈ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈമായിട്ട് ഫ്ലെക്സിബിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇത്ര ടൈമിന് തുടങ്ങി ഇത്ര ടൈമിൽ ക്ലാസ് തീരുന്നില്ല, പിന്നെ നമുക്ക് റെഗുലർ ഷെഡ്യൂൾ കിട്ടും. അപ്പോൾ നമ്മൾ കോഴിക്കോടാണുള്ളത്. കോഴിക്കോട് ഋതിക എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനിയുടെ വീടിൻ്റെ മുന്നിലാണുള്ളത്. അപ്പോൾ വിദ്യാർത്ഥിക്ക് കൊടുക്കാനായിട്ട് ചെറിയൊരു സമ്മാനമൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. 676 വിദ്യാർത്ഥി കരസ്ഥമാക്കിയ സ്കോർ. ഓൺലൈൻ ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. ബാക്കി വിശേഷങ്ങൾ ഋതിക തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഋതിക, അപ്പോൾ ഇതാണ് നമ്മുടെ വിദ്യാർത്ഥിനി. എനിവേ കൺഗ്രാറ്റ്സ് ഫോർ യുവർ അച്ചീവ്മെന്റ്സ്. യെസ്. അപ്പോൾ ഋതിക, പേരൻസ് എല്ലാം ഉള്ളിലുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഋതികയോട് തന്നെ എങ്ങനെയായിരുന്നു ഋതികയുടെ തയ്യാറെടുപ്പുകൾ, പിന്നെ ഈ ഒരു വിജയത്തിലേക്കൊക്കെ എത്താൻ ഋതികയോടൊപ്പം എന്തെല്ലാം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിലെ ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക് എല്ലാം നമുക്ക് ചോദിച്ചറിയാനുണ്ട്. ഓക്കെ. അപ്പോൾ 2023 നീറ്റ് എൻട്രൻസ് എക്സാമിൽ 676 മാർക്ക് കരസ്ഥമാക്കിയ മിടുക്കി കുട്ടിയാണ് ഋതിക. അപ്പോൾ മിടുക്കി കുട്ടി എന്ന് പറയുമ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു കുറേ അധികം ട്രോഫികളുടെയൊക്കെ പറയുന്നതാണ്. അപ്പം ഞാനിതിൽ ഋതിക എന്ന പേര് മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ഋതിക കൈവരിച്ച നേട്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചെറുപ്പകാലം മുതലേയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ മിടുക്കിയാണ് ഋതിക. നേടിയ എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളിലും ഒക്കെ വിജയം ഇതിനു മുൻപേ സൃഷ്ടിച്ചിട്ടുണ്ട്. കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ കാണാം, അതുപോലെ തന്നെ കുറേ ഉണ്ട് അല്ലേ. 10ാം ക്ലാസ്സിലെ റിസൾട്ടിൻ്റെ, +2 റിസൾട്ടിൻ്റെ ഒക്കെ ആ ഒരു മികവ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഋതിക, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു 10ാം ക്ലാസ് മുതലേയൊക്കെ മോളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യത്തിനൊക്കെ മോൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ് മോളുടെ ലൈഫിൽ? ഈ പണ്ട് തൊട്ടേ ഈ എക്സ്ട്രാ കരിക്കുലർ ഉണ്ടെങ്കിലും പഠനം ഏറ്റവും ഫോക്കസ് ചെയ്ത് തന്നെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പഠിക്കാൻ ഇഷ്ടമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ലക്ഷ്യത്തിന് പുറമേ എന്നല്ലാണ്ട് പഠിക്കുന്ന ക്ലാസ്സിൽ ഏതാണോ അതിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ ചെയ്യുക, മാക്സിമം വർക്ക് ചെയ്യുക, അതിൻ്റെ എക്സ്ട്രീം എത്രയാണോ അത്രയും സ്കോർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പോളിസി പറയണത്. അപ്പോൾ ഇത്രയും കാലം 10th തൊട്ടാണെങ്കിലും 10th ബോർഡായാലും 12th ഇപ്പോൾ എൻട്രൻസിലായാലും ആ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരുന്നത്. മാക്സിമം മാർക്ക് ഉണ്ടാക്കുക അത് തന്നെയായിരുന്നു ഒരു ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. തീർച്ചയായിട്ടും മോള് ഈ ഡോക്ടർ എന്നൊരു ലക്ഷ്യം സെലക്ട് ചെയ്യുകയാണ്. കാരണം അല്ലെ, മോൾ ഒത്തിരി ആഗ്രഹിച്ചൊരു ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് പഠിച്ച് ഇത്ര വലിയൊരു സ്കോർ കരസ്ഥമാക്കിയത്. അപ്പോൾ ആ ഒരു ലക്ഷ്യമൊക്കെ എങ്ങനെയാണ് മോളുടെ മനസ്സിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ആ ഒരു ഡോക്ടർ ആവണം എന്നൊരു തിരിച്ചറിവ് മോൾക്ക് ഉണ്ടാവുന്നത്? ആക്ച്വലി പറഞ്ഞാൽ പണ്ട് തൊട്ടേ ചെറുപ്പത്തിലേ തൊട്ടുള്ള ആഗ്രഹം അങ്ങനെ ഇല്ലായിരുന്നു എൻ്റെത്. ഇങ്ങനെ പല ആഗ്രഹം മാറി മാറി വന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് എഞ്ചിനീയറിംഗ് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 12th ലാസ്റ്റ് എത്തിയപ്പോഴേക്കും എനിക്ക് ബയോളജി കുറേ കൂടെ താല്പര്യം കൂടി. മാത്സ് കുറച്ചുകൂടെ സ്ട്രെയിൻ ആണെന്നും മനസ്സിലായി. അപ്പോൾ പിന്നെ 12th ബോർഡ് എക്സാംസ് കഴിഞ്ഞ ടൈമിൽ ഇങ്ങനെ പത്രത്തിൽ ക്രാഷ് കോഴ്സിൻ്റെ ഒക്കെ ന്യൂസ് വരാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും വെറുതെ എൻട്രൻസ് എഴുതുക, ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതുക എന്നല്ലാണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് മാക്സിമം ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യണം, അങ്ങനെ തീരുമാനിക്കുക വെച്ചിട്ടാണ് ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തു. ആക്ച്വലി അത് ഫസ്റ്റ് ടൈം. അതിനു മുന്നേ ഇങ്ങനെ ട്യൂഷൻ ചേർന്ന് തുടങ്ങി പിന്നെ നിർത്തി അങ്ങനെയൊക്കെ ആയിരുന്നു. +2 അങ്ങനെ റെഗുലർ ട്യൂഷനൊന്നും പോയിട്ടില്ല, സ്കൂളത്തത് വെച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിന് പോയി അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, പിന്നെ കോമ്പറ്റീഷൻസ്, എക്സാംസ് അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എൻട്രൻസ് എഴുതി ഒരു ഡോക്ടർ ആവുക എന്നുള്ള ഒരു ഇത് എത്തിയത്. അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് മോൾക്ക് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്യം ഷാർപ്പ് ആവുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു മോൾ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്തില്ലേ? അതെ, ചെയ്തു. യെസ്. അപ്പോൾ ആദ്യം ക്രാഷ് കോഴ്സിൽ അറ്റൻഡ് ചെയ്തപ്പോൾ മോൾക്ക് കിട്ടിയ സ്കോർ എത്രയായിരുന്നു? എനിക്ക് 544 ആയിരുന്നു എൻ്റെ സ്കോർ. ഫസ്റ്റ് ടൈം ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ 544. എന്ന് വെച്ചാൽ ഞാൻ അപ്പോഴേ തീരുമാനിച്ചതായിരുന്നു ഈ ഫസ്റ്റ് ടൈം ഞാൻ മാക്സിമം വർക്ക് ചെയ്ത് എഴുതും, അത് എഴുതിയിട്ട് അറൗണ്ട് 550 ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവുള്ളൂ എന്ന് ആദ്യം തീരുമാനിച്ചതായിരുന്നു. ഓക്കെ, വെൽ പ്ലാൻഡ് ആയിരുന്നു കേട്ടോ. ഓക്കെ, കരസ്ഥമാക്കുന്ന സ്കോറിന്റെ ഒരു ബോർഡർ ലൈൻ വരെ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. അതിനുശേഷം അപ്പം മോൾക്ക് 544 ആയിരുന്നു ആദ്യം. അപ്പോൾ തീർച്ചയായിട്ടും സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. സ്കോളർഷിപ്പ് +2 മാർക്കിന്റെ ബേസിലായിരുന്നു. PCMB ഫുൾ സ്കോർ ആയിരുന്നു. അപ്പോൾ ആ മാർക്കിന്റെ ബേസിലാണ് ബ്രില്യൻറ്റിന്റെ ഫുൾ സ്കോളർഷിപ്പിലാണ് ജോയിൻ ചെയ്തത്. പിന്നെ റിപ്പീറ്റ് ചെയ്തു. ഇപ്പോൾ 676 ഉണ്ടായി. ഓക്കെ. അപ്പോൾ ഇതിലും ഇപ്പം നേരത്തെ പറഞ്ഞു ഞാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് കിട്ടണം എന്നുള്ളത് മോൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ.
അപ്പോൾ ഇത്തവണ എയിം ചെയ്തപ്പോൾ എനിക്ക് 674 അല്ലെങ്കിൽ അതിന്റെ സ്കോറിലേക്ക് എത്തണം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു? ആക്ച്വലി ഇതിനേക്കാളും കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ എക്സാം എഴുതുന്ന അപ്പോഴത്തെ ഒരു ടൈമിലേക്ക് പിന്നെ ഓരോരുത്തർക്കും ഓരോന്നും പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയാണ് ഇതിൽ എത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു നേട്ടമാണ് മോള് ഹാർഡ് വർക്ക് ചെയ്തു, ഒപ്പം സ്മാർട്ട് വർക്ക് ചെയ്തു. മോള് നേടിയെടുത്തിരിക്കുന്ന വിജയം എന്ന് പറയുന്നത് ആദരിക്കപ്പെടേണ്ടത് തന്നെയാണ്, വലിയൊരു നേട്ടമാണ്. കാരണം 20 ലക്ഷം കുട്ടികൾ എഴുതുന്നു അല്ലെ, അതിൽ കുറേ ആളുകൾ ആഗ്രഹിക്കുന്നു, അതിലൊക്കെ മോൾക്ക് മുൻപന്തിയിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ മോളുടെ ഒരു പഠന ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ മോൾ ഓരോ കാലങ്ങളിലും ഇപ്പോൾ പറഞ്ഞു 10ാം ക്ലാസ്സിലെ കാര്യം പറഞ്ഞു, സ്കൂൾ എവിടെയായിരുന്നു മോളുടെ? ഞാനിവിടെ തൊട്ടടുത്ത് സേവാമന്ദിർ പോസ്റ്റ് ബേസിക് HSS എന്ന് പറയും, ഞാൻ തൊട്ടടുത്ത് ഒരു 2-3 മിനിറ്റ് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അവിടെ തന്നെയാണ് 8th തൊട്ട് 12th വരെ പഠിച്ചത്. ഓക്കെ. അപ്പോൾ മോളുടെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ മോൾ പഠിച്ചൊരു രീതിയുണ്ട്, എൻട്രൻസ് മോൾ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് റിപ്പീറ്റ് ചെയ്തത്, അപ്പോൾ അതിന് മോൾ പഠിച്ചിരുന്നൊരു രീതിയുണ്ട്. അപ്പോൾ അതിലൊക്കെ ബ്രില്യൻ ഫാമിലി മോളോടൊപ്പം നിന്നൊരു രീതിയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ മോൾ രണ്ടായി തരം തിരിച്ച് പറയാം. ഇപ്പോൾ സ്കൂളിൽ മോള് പഠിച്ചപ്പം മോള് കേന്ദ്രീകരിച്ചിരുന്നൊരു രീതി, NCERT ഫോക്കസ് ചെയ്തൊക്കെ പോയിരുന്നൊരു രീതി, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട്. യെസ്. അപ്പോൾ 10th എന്ന് പറഞ്ഞാൽ ഞാൻ ട്യൂഷനൊക്കെ പോയിട്ട് അതെനിക്ക് ഉറപ്പായിരുന്നു, നല്ല സ്കോർ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. തീരെ സ്ട്രെസ് ഇല്ലാണ്ട് എഴുതിയ ഒരു ബോർഡ് എക്സാം ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് 10th ലാസ്റ്റ് എക്സാംസിൻ്റെ ടൈമിലാണ് ഈ കോവിഡ് വന്നിട്ട് ഫുള്ള് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ +1 ഫുള്ള് ഓൺലൈൻ ആയിരുന്നു, ഓൾമോസ്റ്റ് ഫുള്ള് ഓൺലൈൻ ആയിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് അടുത്തൊരു കോച്ചിങ് സെൻറ്ററിൻ്റെ റെഗുലർ ട്യൂഷൻ എടുത്തു, എൻട്രൻസ് ഓറിയൻറ്റഡ് അല്ലാതെ. പിന്നെ സ്കൂളിലും നല്ല ക്ലാസ് ആയിരുന്നു. സ്കൂളിലെ ക്ലാസ് പറഞ്ഞാൽ ആ ടൈമിൽ അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പോയി എക്സാം ഒക്കെ അടുത്തപ്പോഴേക്കും ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ 8th തൊട്ടൊരാഗ്രഹമായിരുന്നു +2 ഫുൾ മാർക്ക് വരെയുന്നത്. അപ്പോൾ +2 മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന വെച്ചാൽ ഫുൾ സ്കോർ തന്നെ ലക്ഷ്യമിട്ടാണ് പഠിച്ചത്. അപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയ വന്നു. അപ്പോൾ ഫോക്കസ് ഏരിയ വന്ന ടൈമിൽ ഫുൾ സ്കോർ കിട്ടാൻ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ മതി എന്നായിരുന്നു. അപ്പോൾ ഫോക്കസ് ഏരിയ വന്നതിന് ശേഷം റെഗുലറായിട്ട് ഒരു ദിവസം ഒരു 2 ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ പോർഷൻസ് കംപ്ലീറ്റ് NCERT വെച്ച് തന്നെ പഠിച്ചു പോയി. ഈ നോട്ട്സൊന്നും അല്ലാണ്ട് പൊതുവെ പറയാറുണ്ട് ഈ സ്കൂളത്തതിന് മാത്രം പഠിക്കുമ്പോൾ NCERT പഠിക്കണം എന്നില്ല, നോട്ട്സ് പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ ഫുൾ സ്കോർ എന്നുള്ളൊരു ലക്ഷ്യമാകുമ്പോൾ ചാൻസ് എടുക്കാനൊന്നും റെഡി ആയില്ല, NCERT തന്നെ പഠിച്ചു പോയി. അപ്പോൾ +1 അങ്ങനെ ഫുൾ സ്കോർ കിട്ടി. +2 എത്തിയപ്പോഴേക്കും സ്കൂൾ തുടങ്ങി, കുറച്ച് മാസമായിട്ട് സ്കൂൾ തുടങ്ങി. പിന്നെ നമുക്ക് ക്ലാസ് കിട്ടാൻ തുടങ്ങി, ഓഫ്ലൈൻ ക്ലാസ് കിട്ടാൻ തുടങ്ങി. പിന്നെ ഈ ഫോക്കസ് ഏരിയ ആ സംഭവം ഇല്ല, A+ ഇപ്പോൾ ഫുൾ സ്കോർ തന്നെ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് തന്നെ പഠിക്കണം എന്നായി. അപ്പോൾ പിന്നെ അപ്പോഴും എല്ലാ സബ്ജക്റ്റും ഫിസിക്സ് ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റും NCERT വെച്ചിട്ട് ബോർഡ് എക്സാം ഫോക്കസ് ചെയ്തിട്ടാണ് പഠിച്ചത്. അങ്ങനെ പഠിച്ചു. അതിലും ഫുൾ സ്കോർ എന്ന് വെച്ചാൽ 1200 1199 മാർക്ക്. അപ്പോൾ NCERT വെച്ച് തന്നെയാണ് 11th 12th പഠിച്ചത്. പക്ഷെ അത് ബോർഡ് എക്സാം ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. എൻട്രൻസ് എന്നുള്ള ലക്ഷ്യം അപ്പോഴും മനസ്സിലില്ലായിരുന്നു. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഒബ്ജക്റ്റീവ് ചെയ്യാനും അങ്ങനെയൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഞാനിവിടെ കോഴിക്കോട് സെൻറ്ററിൽ ബ്രില്യൻറ്റിൽ തന്നെ ക്രാഷ് കോഴ്സ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ എൻട്രൻസിൻ്റെ ഒരു പഠനം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒബ്ജക്റ്റീവ് ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് ഈ തിയറി മാത്രമല്ല, ഈ ഡെറിവേഷൻസ് മാത്രമല്ല, അല്ലാണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തന്നെ പഠിക്കണം എന്ന് മനസ്സിലായി. പിന്നെ ഈ സെയിം ലക്ഷ്യമുള്ള ഒരുപാട് പേരെ ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ ചെയ്യുന്നത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് രീതിയിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അത് കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് മൈൻഡും കൂടെ കയറിയിട്ടാണ് ഈ എൻട്രൻസിലേക്കുള്ള പഠനം ശരിക്കും ഫോക്കസ്ഡ് ആയിട്ട് പോകാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ നീറ്റ് എഴുതി. പിന്നെ ആ ടൈമിൽ ഞാൻ എഴുതിയ ഒരുവിധ എൻട്രൻസ് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് ബ്രില്യൻറ്റിൻ്റെ രീതിയിൽ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും എന്നുള്ളത്. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാനും ബ്രില്യൻറ്റ് തന്നെ മതി എന്നൊരു തീരുമാനത്തിലെത്തുമായിരുന്നു. ഈ നീറ്റിൻ്റെ ക്രാഷിന് ജോയിൻ ചെയ്തെങ്കിലും +2 കഴിഞ്ഞ് എഴുതിയ ഒരുവിധ എല്ലാ എക്സാംസിനും സെയിം നമുക്ക് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വേറൊരു ചിന്തയ്ക്ക് നിൽക്കാണ്ട് ബ്രില്യൻറ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ ചേർന്നതായിരുന്നു. പിന്നെ റിപ്പീറ്റിൻ്റെത് പറഞ്ഞത് വേറൊരു ഫേസ് തന്നെയായിരുന്നു പറഞ്ഞാൽ പഠനത്തിൻ്റെ രീതിയിൽ. അതായത് ഞാനിപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ മോള് പഠിക്കാൻ ക്രമീകരിച്ചിരുന്നൊരു രീതി മീൻസ് ഇപ്പം നമ്മുടെ കയ്യിലാണ് അതിൻ്റെ ഒരു കീ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓൺലൈനായിട്ടുള്ള ആ ഒരു മോളുടെ പഠന രീതി ഇപ്പോൾ ഈ വർഷമൊക്കെ നമ്മുടെ വീട്ടിലെ ഓൺലൈൻ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ആയിട്ട് മോൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടൈമായിട്ട് ഫ്ലെക്സിബിൾ ആണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇത്ര ടൈമിന് തുടങ്ങി ഇത്ര ടൈമിൽ ക്ലാസ് തീരുന്നില്ല. പിന്നെ നമുക്ക് റെഗുലർ ഷെഡ്യൂൾ കിട്ടും, തലേന്ന് അല്ലെങ്കിൽ ആ ഒരു വീക്കത്തെ ഷെഡ്യൂളൊക്കെ മുൻപേ കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിനുള്ളത് തലേന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി പോയാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗമാണ് ക്ലിയർ ഇല്ലാത്തത്, ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് എന്നൊക്കെ. അല്ലാതെ ഇപ്പോൾ ഈ 2.5-3 മണിക്കൂറൊക്കെ വരുന്ന ക്ലാസ് ത്രൂ ഔട്ട് ഫുൾ കോൺസെൻട്രേഷനിൽ ശ്രദ്ധിക്കാൻ കഴിയൂല.
അപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത പോർഷൻസ് ഉണ്ട് എന്ന് മനസ്സിലായാലും നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കും. അപ്പോൾ അങ്ങനെ ക്ലാസ് രാവിലെ 8-ന് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ക്ലാസ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നീക്കുള്ളൂ. ഞാനൊരു ഏർലി മോർണിംഗ് പേഴ്സൺ അല്ല. അപ്പോൾ തൊട്ട് മുന്നേ നീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ക്ലാസ്സിനിരിക്കും. പിന്നെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് പോകും. പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഉടനെ ആ ക്ലാസ്സിന് എടുത്തത് പഠിക്കാൻ തുടങ്ങും. പിന്നെ അതിൽ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡഡ് സെഷൻ ഒരു 2-3 അവറിൻ്റെ ഉള്ളിൽ വരുമായിരുന്നു. അപ്പോൾ അത് കാണും. പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പോകും. അത് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പണ്ട് തൊട്ടേ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിച്ചു പോയതാണ്. അപ്പോൾ പിന്നെ ഈ 11th-ഉം 12th-ഉം ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും നോട്ട്സ് ഉണ്ടാക്കി പോയതുകൊണ്ട് എനിക്ക് ആ ഒരു ടൈം ലാഭം ഉണ്ടായിരുന്നു. കുറേ ചാപ്റ്റേഴ്സിൽ NCERT വെച്ചിട്ട് ഫുൾ കെമിസ്ട്രി ഒക്കെ ഷോർട്ട് നോട്ട്സ് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. അപ്പോൾ അതിൽ കൂടുതലൊന്നും ആഡ് ചെയ്യാനുണ്ടാവില്ല. ക്ലാസ്സിൽ പറയുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ, അങ്ങനെ നോട്ട്സ് വെക്കും. ഈ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ആകുമ്പോൾ നമുക്ക് റിവൈസ് ചെയ്ത് പോകാൻ ഒരുപാട് എളുപ്പമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള നോട്ടാണ് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ആയിരുന്നു ഈ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളത്, ലാസ്റ്റ് റിവൈസ് ചെയ്യാനും ഒക്കത്തിനും. പിന്നെ ഈ ഒബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രില്യൻ്റ് ഒരുപാട് മെറ്റീരിയൽസ് തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ പുറമെന്ന് വേറെ ഒരു ബുക്ക് എടുക്കേണ്ടിയോ അങ്ങനെ ഒരു ആവശ്യമൊന്നും ഇല്ലാത്തത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്രില്യൻ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എക്സാംസ് ആയാലും എക്സാംസ് കഴിയുമ്പം അതിൻ്റെ വീഡിയോ സെഷൻ തന്നെ കിട്ടും ക്ലിയർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ക്ലിയർ ചെയ്യും. അങ്ങനെ തന്നെയാണ് ഈ എൻട്രൻസിൻ്റെ ഒരു പഠനം ലാസ്റ്റ് വരെ മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ ഓൺലൈൻ ബാച്ച് ആയിരുന്നെങ്കിലും ഒരു ലാസ്റ്റ് 3-4 മന്ത്സ് ആയപ്പോഴേക്കും നമുക്ക് ഓഫ്ലൈനായിട്ട് എക്സാം എഴുതാൻ പോകാൻ പറ്റി. വീക്ക്ലി എക്സാംസ് ആയാൽ എല്ലാ വീക്കിലും എക്സാംസും ഇവിടെ സെൻറ്ററിൽ പോയി എഴുതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ റെഗുലറായിട്ട് മോഡൽ എക്സാംസും സെൻറ്ററിൽ പോയി എഴുതാൻ സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓൺലൈൻ ആയതുകൊണ്ട് OMR പ്രാക്ടീസ് ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പിന്നെ ഈ OMRൻ്റെ പ്രാക്ടീസ് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ ഓൺലൈനായിട്ടുള്ള മോഡൽ എക്സാംസും OMR ഷീറ്റ് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓഫ്ലൈൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ ഒരു പ്രശ്നവും സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് എന്ത് ചെയ്യുന്നു? അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്, അധ്യാപക ദമ്പതികളുടെ മകളാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു 2 അധ്യാപകരുടെയും വാക്കുകളൊക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് താട്ട് പോവാം. യെസ്, അപ്പോൾ ഇതാണ് ഋതികയുടെ ഫാമിലി എന്ന് പറയുന്നത്. ഫാദറും മദറും അധ്യാപക ദമ്പതികളാണ്. അപ്പോൾ വലിയ കാര്യമാണ് മോൾക്ക് ഈ ഒരു വലിയ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിൽ ഒരു പേരന്റ് എന്ന നിലയിൽ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തിരുന്നത്? പാരന്റ് എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുത്തില്ല. മകൾക്ക് തന്നെ സ്കൂൾ തലം മുതൽക്ക് കിട്ടിയ കോച്ചിങ് ആണ് അതിൽ പ്രധാനം. പ്രത്യേകിച്ച് അവൾ പഠിച്ച പ്രൈമറി സ്കൂൾ, ആ സ്കൂളിലെ ടീച്ചേഴ്സ് അവൾക്കൊരു ലേണിംഗ് കൾച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യത്തിൽ ആ കൾച്ചറാണ് അവളുടെ ഡെവലപ്മെൻറ്റ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ടീച്ചേഴ്സാണ് ചെറുതായിട്ടൊക്കെ ഉപകരിച്ച് കാണും. പേരൻസ് ടീച്ചേഴ്സ് ആയാലും സ്വാഭാവികമായിട്ടും ചില സഹായങ്ങളൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ സ്വാഭാവികതയുള്ള ചില സഹായം ഒഴിച്ചാൽ സ്കൂളിലെ ടീച്ചേഴ്സ്, പിന്നെ ഓഫ് കോഴ്സ് പിന്നെ ബ്രില്യൻസിൽ നിന്ന് കിട്ടിയ കോച്ചിങ്, അതാണ് അവളുടെ സക്സസിൻ്റെ പിറകിൽ. പിന്നെ അവളുടെ ഹാർഡ് വർക്ക്, അവളുടെ സിൻസിയറിറ്റി, ഷീ വാസ് പ്ലാൻഡ് കംപ്ലീറ്റ്ലി. ഇതുവരെ എന്താ ചെയ്യേണ്ടത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലാനിങ്ങിൻ്റെ ഒരു റിസൾട്ടാണ് ഇത്. ടീച്ചേഴ്സായ പാരൻസ് കൂടെ നിന്നെടുത്തതേ ഉള്ളൂ. ഫാദർ ടീച്ചർ മാത്രമല്ല, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളുകൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടുകൂടിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. മക്കളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇതിലൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അതിന് കാര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ അവൾക്കൊരു സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. പിന്നെ അവളുടെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. അപ്പോൾ അവൾ പറയും ഇങ്ങനെ പഠിച്ചാൽ മതി, ഓക്കെ റെഡി, പിന്നെ ഓൺലൈൻ കോച്ചിങ് മതി, ഓൺലൈൻ കോച്ചിങ് മതി. ഞാനിപ്പോൾ ട്യൂഷനെ പോകുന്നുള്ളൂ, എനിക്ക് എൻട്രൻസ് ഓറിയൻറ്റഡ് കോച്ചിങ് വേണ്ട, ഞാൻ തീരുമാനിച്ചിട്ടില്ല, വേണ്ട. ബിക്കോസ് ഷീ ഹാസ് ഹെർ ഓൺ ഐഡിയാസ്. അത് ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അവൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അവളുടെ ഹാർഡ് വർക്ക്, അവളുടെ സിൻസിയറിറ്റി, ഷീ വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഷീ അച്ചീവ്ഡ്. അത്രയേ എനിക്ക് പറയാനുള്ളൂ ആ കാര്യത്തിൽ. മോളുടെ ഒരു ഓൺലൈൻ കാലഘട്ടത്തിലെ പഠനം, അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്തെ കൃത്യമായി വിനിയോഗിച്ചതും കൊണ്ടുകൂടിയാണ് ഇത്ര വലിയൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓൺലൈൻ കാലത്ത് മോളിൽ പഠിച്ചിരുന്ന രീതിയൊക്കെ കണ്ടിരുന്നോ വീട്ടിൽ? തീർച്ചയായിട്ടും ഓൺലൈൻ കാലത്ത് അവളുടെ പഠനത്തിന് പ്രത്യേകത, ഷീ ഡെഡിക്കേറ്റഡ് കംപ്ലീറ്റ്ലി ഹെർ സെൽഫ് ഫോർ ദ അച്ചീവ്മെൻറ്റ്. അവൾ തീരുമാനിച്ചു വെച്ചിട്ട് ഇന്ന സ്ഥലത്ത് കിട്ടണം, ഇന്ന കോഴ്സിന് കിട്ടണം തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ 16 hours a day അത്രയും പഠിച്ചിട്ടുണ്ട്. ആ പഠിക്കുന്നതിൽ ഓൺലൈൻ കോച്ചിങ്, ഓൺലൈനിലെ പിന്നെ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ അത് കാണുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് അവിടെ ടെക്സ്റ്റ് വെച്ച് പഠിക്കുന്നു. അങ്ങനെ 16 hours പഠിക്കലും ബാക്കി സമയം ഉറക്കവും നന്നായിട്ട് ഉപകരിച്ചിട്ടുണ്ട് ഓൺലൈൻ കോച്ചിങ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇത് പഠിക്കാമല്ലോ, യാത്രയുടെ സമയം മുടങ്ങുന്നില്ല. പിന്നെ അലക്കലും എല്ലാം നടന്നു ഒക്കെ ഇവിടുന്ന് നടക്കുമല്ലോ. അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് അവർക്ക് ഒരുപാട് സമയം പഠനത്തിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റി. അതുതന്നെയാണ് ഈ റിസൾട്ടിൻ്റെ പിറകിലെ ഒരു പ്രധാന കാര്യം.
അപ്പൊ ഇതാണ് ഋതികയുടെ അമ്മ, ആളും ടീച്ചറാണ്. ഏത് സ്കൂളിലാണ് അമ്മ? ഞാൻ കോഴിക്കോട് സെന്റ് വിൻസെന്റ് കോളനി ഗേൾസ് HSSലെ എക്കണോമിക്സ് അധ്യാപികയാണ്. അപ്പൊ ഫാദറും സ്കൂളിലായിരുന്നു? അപ്പോ അമ്മ സബ്ജക്ട് എക്കണോമിക്സ്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും മോളുടെ ഒരു വിജയമൊക്കെ കണ്ടാണ്. ഈ ഒരു സന്തോഷത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് ബ്രില്യൻ്റ് വളരെ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കോച്ചിങ് കൊടുത്തു. അതിനോടൊപ്പം മോള് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തു. ഫൈനലി നല്ലൊരു സ്കോർ കരസ്ഥമാക്കി. ബ്രില്യൻറ്റിൽ എത്താൻ പറ്റിയത് തന്നെയാണ്. അത് ആദ്യം തന്നെ ക്രാഷ് കോഴ്സിൽ പല സ്ഥാപനങ്ങളും ഞങ്ങൾ നോക്കിയിരുന്നു. അപ്പോൾ അവളുടെ അച്ഛനും കുറേ സെലക്ട് ചെയ്ത് എല്ലാം ഫീഡ്ബാക്കൊക്കെ എടുത്ത് ബ്രില്യൻറ്റിൽ ചേർന്നതാണ്. അപ്പോൾ ആ തീരുമാനം വളരെ കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നി. ഈ വീട്ടില് ഒരാളോട് ഉണ്ട് കേട്ടോ, ആളുടെ പേര് രാഹുല്. ഇതുപോലെ ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ചേച്ചി നേരത്തെ പ്ലാൻഡ് ആയിരുന്നു. കുറേ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു സമയമായപ്പം ഞാൻ കൃത്യമായിട്ട് പ്ലേസ് ചെയ്തു. MBBS ആണ് എൻ്റെ ലക്ഷ്യം. അതുപോലെ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. കേട്ടോ, അപ്പോൾ വെൽ പ്ലാൻഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും മോനും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? അതിന് വേണ്ടിയിട്ടൊക്കെ പഠിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ പഠിക്കാനൊക്കെ മിടുക്കനാണ്. ചേച്ചിയുടെ ഈ ഒരു വിജയത്തിൽ എന്താണ് പറയാനുള്ളത്? സന്തോഷമുണ്ട്. ചേച്ചിയോട് എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ? എനിക്ക് ഗിഫ്റ്റ് കൊടുത്തോ? അപ്പൊ ഈ ഒരു എൻ്റെ ഫാമിലി വളരെ ഹാപ്പിയാണ് നമ്മുടെ ഋതിക നേടിയ ഈ ഒരു വിജയത്തിൽ. ഋതിക അതുപോലെ തന്നെ ഡ്രീം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? ഞാൻ ഇപ്പൊ കോഴിക്കോട് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ കോഴിക്കോട് തന്നെ ചേരാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഋതിക ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നല്ലൊരു ഡോക്ടറായി, സമൂഹത്തിന് സേവനം അനുഷ്ഠിക്കുന്ന നല്ലൊരു ഡോക്ടറായി മാറാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.